അതായിരിക്കൂട്ടാ. അപ്പൊ ജോക്കിൻകൂട്ട അമ്മ, അപ്പൊ താങ്ക് യു ഫോർ ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ്. അപ്പൊ ഫാദേഴ്സ് ഡേ ആയിട്ട് അപ്പച്ചന്റെ അപ്പയുടെ ഒരു കഥ പറയാം. അപ്പയുടെ ഒന്ന് രണ്ട് രസകരമായ ഞാനായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ. ഒന്നാമത്തെ കഥ, അപ്പ +2 ഒരു വിഷയത്തിൽ തോറ്റു. ഒന്നെന്ന് പറയണതല്ലോ, ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സെബിയൂരം പള്ളിയിൽ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കളി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പാപ്പൻ എന്ത് പണി ചെയ്തു? അപ്പാപ്പൻ നമ്മുടെ ശശിന്റെ കടയിലെ എല്ലാ മുളകോടെയും പരിപ്പോടെയും സകല കടികളും മേടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നു. കളി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യണം, എല്ലാവർക്കും അപ്പാപ്പ കൊടുക്കണു. അപ്പൊ എനിക്ക് നമ്മുടെ അരുൺ ഒരു പഴംപൊരി മേടിച്ചു തന്നു. പഴംപൊരി ഞാനും കഴിച്ചു, ഒരു പഴംപൊരി. ഇതൊക്കെ കഴിഞ്ഞ് അച്ഛൻ അഴമ്പറച്ചനായിരുന്നു. അഴമ്പറച്ച അപ്പച്ചനോട് ചോദിച്ചു, ജോർജേട്ടാ എന്താ വിശേഷം, എന്താ സന്തോഷം എന്ന് ചോദിച്ചു. അപ്പൊ ജോർജേട്ടൻ പറഞ്ഞു, അച്ഛാ കാര്യം എന്റെ മോൻ +2 ഒരു വിഷയത്തിൽ തോറ്റു, പക്ഷെ എന്നാലും അവര് കളി പഠിച്ചിട്ടുണ്ട് വോളിബോൾ, അതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്താണ്. അപ്പൊ പാതി കടിച്ച പഴംപൊരി നിർത്തി വെച്ചിട്ട് അച്ഛനൊന്നും നോക്കി, ജോർജേട്ടനെ ഒന്നും പറഞ്ഞില്ല. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞത്, ഞങ്ങള് സിമിത്തേരി പ്രശ്നം കഴിഞ്ഞിട്ട് പോലീസൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പൊ പോലീസ് പിടിച്ചോടി കഴിഞ്ഞപ്പോ പോലീസ് പിടിച്ചോടി കഴിഞ്ഞപ്പോ ഞങ്ങള് പുറത്തു പോകും. ഞാൻ അവിടെ നിന്ന് മാറിയൊക്കെ പറഞ്ഞിട്ട് പോയില്ല. പിന്നെ സ്റ്റേഡിയത്തിൽ കളി കിടക്കായിരുന്നു. കളി കിടന്നപ്പോൾ ഒരു ദിവസം ഞങ്ങളെ പോലീസ് ഓടിച്ചു. ഞങ്ങൾ ഓടി. അത് അപ്പച്ചനറിഞ്ഞു. അതറിഞ്ഞുകൊണ്ട് അപ്പാപ്പ വന്നുകൊണ്ട് എന്ത് ചെയ്തു? അപ്പാപ്പ നേരെ ഒരുപാട് എടുത്തുകൊണ്ട് എന്റെ പൾസറിന്റെ ബാക്ക് ടയർ വെട്ടി അങ്ങോട്ട് പൊളിച്ചു. എന്നിട്ട് അതിന് ശേഷം അവിടെ കഥ, ഞങ്ങളുടെ കമ്പനിക്കാർ പിള്ളേര് കഥ പറഞ്ഞിറക്കി. ജിൻസിന്റെ പൾസറിന്റെ ടയർ അരിവാളിന് വെട്ടി, അരിവാൾ തിരിച്ചടിച്ച് അപ്പന്റെ തല പൊട്ടിയെന്ന് വരെ ന്യൂസാക്കി. അപ്പൊ അതാണ് അപ്പാപ്പൻ. ഇത് ചെറിയ ചെറിയ കഥകൾ, ഇത് വലിയ വലിയ കഥകൾ വേറെ ഉണ്ട്. അപ്പൊ നീ ഇതൊക്കെ നോക്കി കണ്ടിരുന്നോ? അപ്പന്റെ കളികൾ നീ കാണാൻ പോണല്ലോ, മനസ്സിലായോടാ?